ചതമ്പി. ഞാൻ UK കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് മാക്സ്വെൽസ് ഇക്വേഷൻ്റെ ഡെറിവേഷനെ കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടാണ്. മാക്സ്വെൽസ് ഇക്വേഷൻ വാസ് ഡിസ്കവേർഡ് ബൈ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ. പിന്നെ നമുക്ക് മാക്സ്വെൽസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യണമെങ്കിൽ 4 ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. 1 ഈസ് ആംബിയർ സർക്യൂട്ടൽ ലോ, 2nd ഈസ് Faraday's law, 3rd is Gauss's law in electric field, and 4th one is Gauss's law in magnetic field. ഈ 4 ബേസിക് ഇക്വേഷൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മാക്സ്വെൽസ് ഇക്വേഷൻ ഈസി ആയിട്ട് ഡിറൈവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് മാക്സ്വെൽസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ 2 ഫോർമാറ്റിലുള്ള ഇക്വേഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ഫോമിലും ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻ ഡെറിവേറ്റീവ് ഫോം ഓർ പോയിന്റ് ഫോം. ഡെറിവേറ്റീവ് ഓർ പോയിന്റ് ഫോം എന്ന് പറയും. അപ്പം നമുക്ക് ടോട്ടൽ ഈ ഞാൻ പറഞ്ഞില്ലേ ആദ്യം 4 ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന്. ആ 4 ഇക്വേഷൻസിൽ നമുക്ക് ഈ 2 ഇക്വേഷൻസ് വെച്ച് കിട്ടും. അതായത് ഓരോ ഇക്വേഷനും ഒരു ഇൻറ്റഗ്രൽ ഫോമും കിട്ടും, അതുപോലെ തന്നെ ഒരു ഡെറിവേറ്റീവ് ഫോമും കിട്ടും. അങ്ങനെ ടോട്ടൽ 8 ഇക്വേഷൻസ് ആണ് ഈ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ 2 കണ്ടീഷൻസ് നമ്മൾ പറയുന്നുണ്ട്. ഇൻ ഫ്രീ സ്പേസിലും നമ്മൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഫോർ എ ഗുഡ് കണ്ടക്ടറിലും നമ്മൾ പറയുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇതിന് പുറമെ നമ്മൾ സ്റ്റോക്സ് തിയറം, ഡൈവേർജൻസ് തിയറം, അതുപോലെ തന്നെ വാട്ട് ഈസ് മീൻ ബൈ കണ്ടക്ഷൻ കറന്റ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്, ഇത്രയും കൂടെ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് മാക്സ്വെൽസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ സാധിക്കും. നമുക്ക് തുടങ്ങാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പ്രീ റിക്വസൈറ്റ്സ് നമുക്കുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ആംബിയർ സർക്യൂട്ട്സ് ലോ. ആംബിയർ സർക്യൂട്ട്സ് ലോ നമ്മൾ 3rd മൊഡ്യൂളിലാണ് പഠിച്ചത്. 3rd മൊഡ്യൂൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ 3rd മൊഡ്യൂളിൽ ആണ് ആംബിയർ സർക്യൂട്ട്സ് ലോ പഠിച്ചത്. അതെന്താ പറയുന്നത്? Line integral of magnetic field intensity over a differential length is equal to the total current. That is closed line integral of H dot dl is equal to I. H എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. I എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട്. രണ്ടാമത്തത് ഫാരഡേസ് ലോ ആൻഡ് ലെൻസസ് ലോ. ഫാരഡേസ് ലോ എന്ന് പറയുന്നത് നമുക്കറിയാം, ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഫാരഡേ ആണ് അല്ലേ? അത് എല്ലാ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനും അറിയാവുന്ന കാര്യമായിരിക്കും ഫാരഡേസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഫാരഡേസ് ലോയിലുള്ള ഇക്വേഷനാണ് E is equal to d∅dt. നമ്മൾ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അത് ലെൻസസിലായിട്ട് എടുക്കാം. ദാറ്റ് ഈസ് E is equal to -d∅dt. അപ്പോൾ ഫാരഡേസ് ലോ എന്താ പറയുന്നത്? വെനെവർ എ കണ്ടക്ടർ ലിങ്ക്സ് വിത്ത് എ മാഗ്നറ്റിക് ഫീൽഡ് that changes and EMF is induced in it, and this EMF induced is directly proportional to the rate of change of flux linkage, that is E is equal to d∅dt. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഗോസസ് ലോ ഇൻ ഇലക്ട്രിക് ഫീൽഡ്, അത് നമ്മൾ 2nd മൊഡ്യൂളിലാണ് പഠിച്ചത്. 2nd മൊഡ്യൂളിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ദാറ്റ് ഈസ് electric flux density over a differential surface is equal to the total charge enclosed. That is closed surface integral of d dot ds is equal to q. d എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലേ? q എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ്. ആൻഡ് 4th നമ്മൾ പഠിക്കുന്നത് മാഗ്നറ്റിക് ഗോസസ് ലൈൻ മാഗ്നറ്റിക് ഫീൽഡാണ്. നമ്മൾ 3rd മൊഡ്യൂളിൽ പഠിച്ചതാണ്. ദാറ്റ് ഈസ് ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു 0. ബി എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഓവർ എ ഡിഫറൻഷ്യൽ സർഫസ് ഈസ് ഈക്വൽ ടു 0. അതാണ് ഗോസസ് ലൈൻ മാഗ്നറ്റിക് ഫീൽഡിൽ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ബിസൈഡ്സ് ഓഫ് ദാറ്റ് നമ്മൾ എന്തെങ്കിലും പഠിക്കണം? ഡൈവേർജൻസും സ്റ്റോക്സ് തിയറവും നോക്കണം. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. ഡൈവേർജൻസ് തിയറം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റഗ്രൽ ഓഫ് ഡെൽ ഡോട്ട് എഫ് ഡി വിയും സ്റ്റോക്സ് തിയറം എന്താണ്? ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെൽ ക്രോസ് എഫ് ഇൻറ്റു ഡി എസ്. അപ്പോൾ ഡൈവേർജൻസ് തിയറം നമ്മൾ യൂസ് ചെയ്യുന്നത് സർഫസ് ഇൻറ്റഗ്രലിനെ വോളിയം ഇൻറ്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്യാനും, സ്റ്റോക്സ് തിയറം യൂസ് ചെയ്യുന്നത് ലൈൻ ഇൻറ്റഗ്രലിനെ സർഫസ് ഇൻറ്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്യാനുമാണ്. പിന്നെന്താണ്? കണ്ടക്ഷൻ കറണ്ടും ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും. കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റി ജെ സിയും ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി ജെ ഡിയുമാണ്. നമുക്ക് ഒരു ബേസിക് ഇക്വേഷൻ ആണ് ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ജെ സി പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ജെ സി ആണ് കണ്ടക്ഷൻ കറണ്ട്, ഡോ ഡി ബൈ ഡോ ടി ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. പിന്നെ കറണ്ട് ഡെൻസിറ്റി ജെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഐ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ജെ ഡോ ഡി എസ്. ഇത്രയും ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്താണ് മാക്സ്വെൽസ് ഇക്വേഷൻ ഈസി ആയിട്ട് ഡിറൈവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്യണം. മാക്സ്വെൽസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്.
ഞാൻ ആദ്യമേ പറഞ്ഞു മാക്സ്വെൽസ് ഇക്വേഷൻ പോയിന്റ് ഫോമും ഉണ്ട് ഇൻറ്റഗ്രൽ ഫോമും ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആംബിയർ സർക്യൂട്ടൽ ലോ യൂസ് ചെയ്തിട്ട് മാക്സ്വെൽസ് ഇക്വേഷൻ്റെ ഇൻറ്റഗ്രൽ ഫോമും പോയിന്റ് ഫോമും നമുക്ക് എന്ത് ചെയ്യാം, ഡിറൈവ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ആംബിയേഴ്സ് സർക്യൂട്ട് ലോ. ഓക്കെ, അപ്പം ആംബിയർ സർക്യൂട്ട് ലോ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്താണ്? ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് എച്ച് ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട്. ഇതിന് പകരം നമുക്ക് കറണ്ടിന് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. വെയർ ഐ ഈക്വൽ ടു ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ജെ ഡോട്ട് ഡി എസ്. ഇതെന്തിൻ്റെയാണ്? കറണ്ട് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ അല്ലേ. ഓക്കെ, അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ക്ലോസ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ജെ ഡോട്ട് ഡി എസ്. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സോ ദിസ് ഇക്വേഷൻ വിൽ ബിക്കം ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് എച്ച് ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ജെ ഡോട്ട് ഡി എസ്. ജെയുടെ വാല്യൂ എന്താണ്? ജെ എന്ന് പറയുന്നത് കണ്ടക്ഷൻ കറണ്ട് പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ജെ ഈസ് ഈക്വൽ ടു ജെ സി പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ജെക്ക് പകരം നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. സോ ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് എച്ച് ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ജെ സി പ്ലസ് ഡോ ഡി ബൈ ഡോ ടി ഡി എസ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻറ്റഗ്രൽ ഫോം എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഇൻറ്റഗ്രൽ ഫോം. അപ്പോൾ ഇൻറ്റഗ്രൽ ഫോം മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഡിഫറൻഷ്യൽ ഫോം വേണം. ഡിഫറൻഷ്യൽ ഫോം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഏതൊരു ഇക്വേഷൻ്റെ ആയാലും ഇൻറ്റഗ്രൽ ഫോമിനെ ഡിഫറൻഷ്യൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റോക്സ് ആൻഡ് ഡൈവേർജൻസ് തിയറം. ഓക്കെ, സ്റ്റോക്സും ഡൈവേർജൻസ് തിയറത്തിൻ്റെ യൂസ് അവിടെ വരുന്നത് നമ്മൾ ഇൻറ്റഗ്രൽ ഫോമിനെ ഡിഫറൻഷ്യൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ അനുസരിച്ചാണ് അത് മാറുന്നത്. ഇപ്പം ലൈൻ ഇൻറ്റഗ്രലിനെ ഇവിടെ സർഫസ് ഇൻറ്റഗ്രലായിട്ട് വേണം കൺവേർട്ട് ചെയ്യാൻ. സോ ലൈൻ ഇൻറ്റഗ്രലിനെ സർഫസ് ഇൻറ്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സ്റ്റോക്സ് തിയറവും, സർഫസ് ഇൻറ്റഗ്രലിനെ വോളിയം ഇൻറ്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡൈവേർജൻസ് തിയറമാണ്. അപ്പം നമുക്കിവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? ഇവിടെ ലൈൻ ഇൻറ്റഗ്രൽ അല്ലേ, അതിനെ സർഫസ് ഇൻറ്റഗ്രലാക്കി കൺവേർട്ട് ചെയ്യണം. സോ നമ്മൾ സ്റ്റോക്സ് തിയറമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് സ്റ്റോക്സ് തിയറം യൂസ് ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ലൈൻ ഇൻറ്റഗ്രലിനെ സർഫസ് ഇൻറ്റഗ്രലായിട്ട് വേണം കൺവേർട്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മളിവിടെ സ്റ്റോക്സ് തിയറം യൂസ് ചെയ്തത്. സോ വി ക്യാൻ യൂസ് സ്റ്റോക്സ് തിയറം ഹിയർ. അപ്പോൾ സ്റ്റോക്സ് തിയറം എന്താണ് നമുക്കറിയാം. അപ്പം നമുക്കിവിടെ കൊടുത്തേക്കുന്നത് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് എച്ച് ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു, അതെങ്ങനെ കൺവേർട്ട് ആവും? സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെൽ ക്രോസ് എച്ച് ഡി എസ് അല്ലേ. ഡെൽ ക്രോസ് എച്ച് ഡി എസ് ആയിട്ട് കൺവേർട്ട് ആവും. ഇവിടെ സ്റ്റോക്സ് തിയറം എന്താണ്? ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെൽ ക്രോസ് എഫ് ഡി എസ് അല്ലേ. അതിന് ഇവിടെ എഫിന് പകരം എച്ച് ആണ്. സോ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എച്ച് വന്നത്, ഡെൽ ക്രോസ് എച്ച് വന്നത്. സോ നമുക്ക് ഇതിന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് അത് വരുന്നത്? അതിന് പകരം ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് del cross H ds equals surface integral of JC plus dou D by dou T ds. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഫോം എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു del cross H equals JC plus dou D by dou T. This is the point form. അപ്പം ആംബിയർ സർക്യൂട്ടിലായില്ല ഇൻറ്റഗ്രൽ ഫോമും പഠിച്ചു, പോയിന്റ് ഫോമും പഠിച്ചു അല്ലേ. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ഇക്വേഷൻ. നമുക്ക് അടുത്തായിട്ടുള്ള എന്താണ്? ഫാരഡേസ് ലോ. സോ ഫാരഡേസ് ലോ യൂസ് ചെയ്തിട്ട് ഇൻറ്റഗ്രൽ ഫോമും ഡിഫറൻഷ്യൽ ഫോമും കണ്ടുപിടിക്കാം. ഫാരഡേസ് ലോയുടെ ഇക്വേഷൻ എന്താണ്? E ഈസ് ഈക്വൽ ടു d∅ by dt. നമ്മളിവിടെ
മൈനസ് സൈനും കൂടെ കൺസിഡർ ചെയ്യുവാണ്. മൈനസ് d∅/dt എടുക്കുവാണ്. നമുക്ക് EMF ഇക്വേഷൻ അറിയാം. EMF ഇക്വേഷൻ്റെ എന്താണ് ഇക്വേഷൻ? E ഈസ് ഈക്വൽ ടു ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് E.dl അല്ലേ? ഇതാണ് EMF ഇക്വേഷൻ. ഇതിൽ രണ്ടിൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ഈക്വൽ ആണ്, E ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? RHSനെ രണ്ടിനെയും ഇക്വേറ്റ് ചെയ്യും. സോ ദിസ് ഇക്വേഷൻ വിൽ ബിക്കം ക്ലോസ് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് E.dl ഈക്വൽസ് ടു മൈനസ് d∅/dt. ഓക്കെ, ഇനി ഫൈക്ക് നമ്മളിവിടെ എന്താ കൊടുക്കുന്നത്? ഫൈ ഈക്വൽസ് ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് B.ds. ഓക്കെ, അപ്പം നമ്മളിവിടെ ഫൈക്ക് പകരം ക്ലോസ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് B.ds റീപ്ലേസ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എങ്ങനെയാണ് കൺവേർട്ട് ആവുന്നത്? ഈ ഇക്വേഷൻ ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് E.dl ഈക്വൽസ് മൈനസ് ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് d/dt ഓഫ് B.ds അല്ലേ? ഇങ്ങനെ ഇത് കൺവേർട്ട് ആവും. നമുക്കറിയാം ഇൻറ്റഗ്രലിനകത്ത് ഒരു ഡെറിവേറ്റീവ് ഫോം വന്നാൽ അത് പാർഷ്യൽ ഡെറിവേറ്റീവായിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, ഇൻറ്റഗ്രൽ ഫോമിനകത്ത് ഒരു ഡിഫറൻഷ്യൽ ഫോം അല്ലെങ്കിൽ ഒരു ഡെറിവേറ്റീവ് ഫോം വന്നാൽ അതെങ്ങനെയാണ് കൺവേർട്ട് ആവുന്നത്? പാർഷ്യൽ ഡെറിവേറ്റീവായിട്ടാണ് കൺവേർട്ട് ആവുന്നത്. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ കൺവേർട്ട് ആവും? ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് E.dl ഈക്വൽസ് മൈനസ് ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ് എങ്ങനെയാണ്? ∂B/∂t ഇൻറ്റു ds. സോ ദിസ് ഈസ് ദ ഇൻറ്റഗ്രൽ ഫോം ഓഫ് മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ ഫാരഡേസ് ലാ. അപ്പോൾ ഫാരഡേസ് ലായിൽ ഇൻറ്റഗ്രൽ ഫോം ഓഫ് മാക്സ്വെൽസ് ഇക്വേഷൻ ആണ് ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് E.dl ഈക്വൽ ടു മൈനസ് ഓഫ് ക്ലോസ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ∂B/∂t ds. ഓക്കെ, ഇവിടെ നമ്മളിനി ഇതിൻ്റെ പോയിന്റ് ഫോം എങ്ങനെ കണ്ടുപിടിക്കും? ലൈൻ അല്ലേ? ലൈൻ ഇൻറ്റഗ്രലിനെ സർഫസ് ആക്കി കൺവേർട്ട് ആക്കുന്നത് എങ്ങനെയാണ്? യൂസിങ് സ്റ്റോക്സ് തിയറം, എല്ലാവർക്കും അറിയാം. അപ്പോൾ യൂസിങ് സ്റ്റോക്സ് തിയറം. ഓക്കെ, സ്റ്റോക്സ് തിയറം യൂസ് ചെയ്ത ഇവിടെ E അല്ലേ? സോ നമുക്ക് എങ്ങനെയാണ് കൺവേർട്ട് ആവുന്നത്? ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് E.dl ഈക്വൽസ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെൽ ക്രോസ് E ds അല്ലേ? ഡെൽ ക്രോസ് E ds. അപ്പോൾ ഇതിന് പകരം നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെൽ ക്രോസ് E ds ഈക്വൽസ് മൈനസ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ∂B/∂t ds. എങ്ങനെ കൺവേർട്ട് ആവുന്നത്? ഡെൽ ക്രോസ് E ഈക്വൽസ് ടു മൈനസ് ∂B/∂t. ഇതാണ് പോയിന്റ് ഫോം ഓഫ് മാക്സ്വെൽസ് ഇക്വേഷൻ ഫാരഡേസ് ലോ അല്ലേ? അപ്പോൾ ഫാരഡേസ് ലോയിൽ മാക്സ്വെൽസ് ഇക്വേഷൻ്റെ പോയിന്റ് ഫോമാണ് ഡെൽ ക്രോസ് E ഈക്വൽ ടു മൈനസ് ∂B/∂t. ഓക്കെ, നമുക്കിനി ഗോസസ് ലൈൻ ഇലക്ട്രിക് ഫീൽഡിൽ ഇക്വേഷൻ കണ്ടുപിടിക്കാം. മാക്സ്വെൽസിൻ്റെ ഇൻറ്റഗ്രലും ഡിഫറൻഷ്യൽ ഫോമും കണ്ടുപിടിക്കാം. നമുക്കിനി ഗോസസ് ലൈൻ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, നമുക്ക് നോക്കാം. ഗോസസ് ലൈൻ ഇലക്ട്രിക് ഫീൽഡിൽ എങ്ങനെയാണ് വരുന്നത്? ഇക്വേഷൻ എന്താണ്? ക്ലോസ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് D.ds ഈസ് ഈക്വൽ ടു Q. ഇപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം വീഡിയോയുടെ ആദ്യം തന്നെ എന്താണ് ടേംസിൻ്റെ ഒക്കെ ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇനി ക്ലോസ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് D.ds ഈസ് ഈക്വൽ ടു Q. ഓക്കെ, ഇനി നമുക്ക് Qന് പകരം നമുക്കിവിടെ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള വാല്യൂ എന്ന് പറയുന്നത് വോളിയം ഇൻറ്റഗ്രൽ ഓഫ് ρv/dv. Q ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റഗ്രൽ ഓഫ് ρv/dv. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ക്ലോസ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് D.ds ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റഗ്രൽ ഓഫ് ρv/dv. ദിസ് ഈസ് ദ ഇൻറ്റഗ്രൽ ഫോം ഓഫ് ഗോസസ് ലോ ഇൻ ഇലക്ട്രിക് ഫീൽഡ്, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ഗോസസ് ലോ ഇൻ ഇലക്ട്രിക് ഫീൽഡ് ദിസ് ഈസ് ദ ഇൻറ്റഗ്രൽ ഫോം ഓഫ് മാക്സ്വെൽസ് ഇക്വേഷൻ. ഓക്കെ, അപ്പം ക്ലോസ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് D.ds ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റഗ്രൽ ഓഫ് ρv/dv ഈസ് ദ ഇൻറ്റഗ്രൽ ഫോം. ഇനി നമുക്കിതിൻ്റെ പോയിന്റ് ഫോം കണ്ടുപിടിക്കാൻ എന്താണ്? സർഫസ് ഇൻറ്റഗ്രൽ വോളിയം ഇൻറ്റഗ്രലായിട്ട് കൺവേർട്ട് ആവണം. സോ വി ക്യാൻ യൂസ് ഡൈവേർജൻസ് തിയറം ഹിയർ. സോ വി യൂസ് ഡൈവേർജൻസ്
തിയറം. എന്താ ഡൈവേർജൻസ് തിയറം? ഇപ്പം എഫ് ഡോട്ട് ഡി എസ് ആണെങ്കിൽ സർഫസ് ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ് ആണെങ്കിൽ ഇങ്ങനെ വരും, ഡെൽ ഡോട്ട് എഫ് ഡി വി എന്നാണ് കൺവേർട്ട് ആവുന്നത്. ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? ഡി ആണ് കൊടുത്തേക്കുന്നത്. സോ ദിസ് വിൽ കൺവേർട്ട് ഇൻ ടു ഡി ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റഗ്രൽ ഓഫ് ഡി ഡെൽ ഡോട്ട് ഡി ഡി വി എന്നായിട്ട് കൺവേർട്ട് ആവും. ഡെൽ ഡോട്ട് ഡി ഡി വി ആയിട്ട് കൺവേർട്ട് ആവും. സോ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? ക്ലോസ്ഡ് വോളിയം ഇൻറ്റഗ്രൽ ഓഫ് ഡെൽ ഡോട്ട് ഡി ഡി വി ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റഗ്രൽ ഓഫ് റോ വി ഡി വി. പോയിന്റ് ഫോം എങ്ങനെയാണ് വരുന്നത്? ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ വി. ദിസ് ഈസ് ദ പോയിന്റ് ഫോം അല്ലേ? അപ്പോൾ ഗോസസ് ലോയിൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പോയിന്റ് ഫോം കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് ഗോസസ് ലൈൻ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് നോക്കാം ഇനി. അപ്പം ഇതും കൂടെ ആകുമ്പോൾ നമുക്ക് മാക്സ്വെൽസ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഗോസസ് ലൈൻ മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പം അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0. ബി എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പം ക്ലോസ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എന്താണ് വരുന്നത്? ഇത് തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റഗ്രൽ ഫോം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പോയിന്റ് ഫോം കണ്ടുപിടിക്കണം. പോയിന്റ് ഫോം കണ്ടുപിടിക്കുന്നത് സർഫസിനെ വോളിയമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? വോളിയം ഇൻറ്റഗ്രൽ ഓഫ് ഡെൽ ഡോട്ട് ബി ഡി വി ഈക്വൽസ് ടു 0. അപ്പോൾ നമുക്കിതിൻ്റെ പോയിന്റ് ഫോം എടുക്കുമ്പോൾ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. ദിസ് ഈസ് ദ പോയിന്റ് ഫോം ആൻഡ് ദിസ് ഈസ് ദ ഇൻറ്റഗ്രൽ ഫോം. അപ്പോൾ ഗോസസ് ലൈൻ മാഗ്നറ്റിക് ഫീൽഡ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ച എല്ലാ ലോസിൻ്റെയും ഇൻറ്റഗ്രൽ ഫോമും പോയിന്റ് ഫോമും കൂടെ ഒരുമിച്ച് എഴുതിയിരിക്കുന്നതാണ്. ഇതൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ യൂസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ആംബിയർ സർക്യൂട്ട് ലൈനിലാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ ഇൻറ്റഗ്രൽ ഫോം എന്താണ്? ക്ലോസ് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് എച്ച് ഡോ ഡി എൽ ഇസ് ഈക്വൽ ടു ക്ലോസ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ജെ സി പ്ലസ് ഡോ ഡി ബൈ ഡോ ടി ഡി എസ് അല്ലേ? അതിൽ എച്ച് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ജെ സി എന്ന് പറയുന്നത് കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റി. ഡോ ഡി ബൈ ഡോ ടി ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അതിൻ്റെ പോയിന്റ് ഫോം എന്താണ്? ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ സി പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. രണ്ടാമതായിട്ട് പഠിച്ചത് ഫാരഡേസ് ലോ. ഫാരഡേസ് ലോ എന്താണ് പറഞ്ഞത്? അതിൻ്റെ ഇൻറ്റഗ്രൽ ഫോം എന്ന് പറയുന്നത് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മൈനസ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ഡോ ബി ബൈ ഡോ ടി ഡി എസ്. ഈ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അതിൻ്റെ പോയിന്റ് ഫോം എന്താണ്? ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡി ടി. ഓക്കെ, ഇനി അടുത്തത് ഗോസസ് ലൈൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റഗ്രൽ ഫോമാണ്. ഇൻറ്റഗ്രൽ ഫോം എന്താ വരുന്നത്? ക്ലോസ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ഡി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്ലോസ് വോളിയം ഇൻറ്റഗ്രൽ ഓഫ് റോ വി ഡി വി. ഡി എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി. റോ വി എന്ന് പറയുന്നത് വോളിയം ചാർജ് ഡെൻസിറ്റി. ഇനി അതിൻ്റെ പോയിന്റ് ഫോം എന്താ പറയുന്നത്? ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു റോ വി. അടുത്ത ഗോസസ് ലൈൻ മാഗ്നറ്റിക് ഫീൽഡ്. അതിൻ്റെ ഇൻറ്റഗ്രൽ ഫോം എന്ന് പറയുന്നത് ക്ലോസ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0യും. ബി എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും. അതിൻ്റെ പോയിന്റ് ഫോം എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0യും. അപ്പോൾ ഇതാണ് നമ്മളുടെ മൊത്തത്തിലുള്ള 8 ഇക്വേഷൻസ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് 2 കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ എന്താണ്? ഫോർ ഫ്രീ സ്പേസിലും രണ്ടാമത്തത് ഫോർ എ ഗുഡ് കണ്ടക്ടറിലും. ഫ്രീ സ്പേസിൽ ജെ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഡോ ഡി ബൈ ഡോ ടി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെരി വെരി സ്മോൾ ആണ്. അതുപോലെ തന്നെ റോവിയുടെ വാല്യൂ 0യും സിഗ്മയുടെ വാല്യൂ 0യും ആണ്. റോവി എന്താണ്? വോളിയം ചാർജ് ഡെൻസിറ്റി. സിഗ്മ കണ്ടക്ടിവിറ്റി. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0യും ജെ സി എന്ന് പറയുന്നത് എന്താണ്? വെരി വെരി ലെസ് ദാൻ ഡോ ഡി ബൈ ഡോ ടിയുമാണ്. അതിൽ നമ്മൾ നോക്കാൻ നേരത്ത് നമുക്കിവിടെ അറിയാം ജെ സിയുടെ വാല്യൂ കൊടുത്തിട്ടുള്ള ഇക്വേഷൻ ഉള്ളത് ആംബിയർ സർക്യൂട്ട് ലൈനിൽ 2 ഇക്വേഷൻസിൽ ജെ സിയുടെ വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഗോസസ് ലൈൻ ഇലക്ട്രിക് ഫീൽഡിൽ റോവിയുടെ വാല്യൂ ഉണ്ട് അല്ലേ? വോളിയം ചാർജ് ഡെൻസിറ്റിയുടെയും വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ 2 ഇക്വേഷന് മാത്രമേ ചേഞ്ചസ് വരത്തുള്ളൂ. ഫാരഡേസ് ലൈനിൽ കണ്ടുപിടിച്ച ഇക്വേഷനും ഗോസസ് ലൈൻ മാഗ്നറ്റിക് ഫീൽഡിലെ 2 ഇക്വേഷനും നോ ചേഞ്ച് ആണ്. അപ്പം ആംബിയർ സർക്യൂട്ട് ലൈനിലെ ഗോസസ് ലൈൻ ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ആ ജെ സിയും അതുപോലെ റോവിയുള്ളൂ. അപ്പോൾ ആ ടേംസ് വരുന്ന ഇക്വേഷന് മാത്രമേ ഇവിടെ ചേഞ്ച് ഉണ്ടാവത്തുള്ളൂ. സോ നമുക്ക് ഫ്രീ സ്പേസ് വരുമ്പോൾ എന്താണ്? ആംബിയർ സർക്യൂട്ടിലായും ഗോസസ് ലൈൻ ഇലക്ട്രിക് ഫീൽഡിലെ ഇക്വേഷൻസ് മാത്രം ചേഞ്ച് ചെയ്യും. ഗോസസ് ലൈൻ മാഗ്നറ്റിക് ഫീൽഡിലെയും അതുപോലെ തന്നെ ഫാരഡേസ് ലൈനിലെ ഇക്വേഷൻസിന് നോ ചേഞ്ച്. ഓക്കെ, അപ്പോൾ ആംബിയർ സർക്യൂട്ടിലായുള്ള ഇക്വേഷൻ എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്? ജെ സി വെരി വെരി ലെസ് ദാൻ ഡോ ഡി ബൈ ഡോ ടി അല്ലേ? അപ്പം നമുക്ക് ജെ സി നെഗ്ലക്റ്റ് ചെയ്യാം. നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻ ബിക്കം
ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് എച്ച് ഡോ ഡി എൽ ഈസ് ഈക്വൽ ടു സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ഡോ ഡി ബൈ ഡോ ടി ഡി എസ് എന്നും പോയിന്റ് ഫോം എങ്ങനെ വരും? ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ഡോ ഡി ബൈ ഡോ ടി ആയിട്ട് കൺവേർട്ട് ആവും. അതുപോലെ തന്നെ ഗോസസ് ലൈൻ ഇലക്ട്രിക് ഫീൽഡിൽ ഇവിടെ എന്താണ്? റോ വി 0 ആണ്. റോ വി 0 ആയിട്ടാണ് കൺവേർട്ട് ആവുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ഡി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 0യും പോയിന്റ് ഫോം എങ്ങനെ കൺവേർട്ട് ആവും? ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു 0 ആയിട്ട് കൺവേർട്ട് ആവും. റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കും? 0 ആയിട്ട് കൺവേർട്ട് ആവും. റോ വി വരുന്ന പോർഷൻ 0 ആയിട്ട് കൺവേർട്ട് ആവും. ഇനി ഇവിടെ പറയുന്നത് ഫോർ എ ഗുഡ് കണ്ടക്ടർ. ഗുഡ് കണ്ടക്ടറിൻ്റെ കേസിൽ ജെ സി ഈസ് വെരി ഗ്രേറ്റർ ദാൻ ഡോ ഡി ബൈ ഡോ ടിയും അതുപോലെ തന്നെ റോ വി 0യും ആണ്. ഇവിടെ അതുപോലെ തന്നെ ആംബിയർ സർക്യൂട്ട് ലൈനിലും അതുപോലെ തന്നെ ഗോസസ് ലൈൻ ഇലക്ട്രിക് ഫീൽഡിലും മാത്രമേ ജെ സിയുടെയും അതുപോലെ തന്നെ റോവിയുടെയും ഡോ ഡി ബൈ ഡോ ടിയുടെയും ഫോംസ് ഉള്ളൂ. അപ്പോൾ ആ ഇക്വേഷൻസിൽ മാത്രമേ ചേഞ്ചസ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ജെ സി വെരി ഗ്രേറ്റർ ദാൻ ഡോ ഡി ബൈ ഡോ ടി ആണ്. അപ്പം ഡോ ഡി ബൈ ഡോ ടി എന്തായിരിക്കും? ഡോ ഡി ബൈ ഡോ ടി നമ്മൾ നെഗ്ലക്ട് ചെയ്യാം. ജെ സി മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യത്തുള്ളൂ. സോ ആംബിയർ സർക്യൂട്ടിലായാൽ ഇൻറ്റഗ്രൽ ഫോം എങ്ങനെയാണ് കൺവേർട്ട് ആവുന്നത്? ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് എച്ച് ഡോ ഡി എൽ ഇസ് ഈക്വൽ ടു സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ജെ സി ഡി എസ് എന്നും അതുപോലെ തന്നെ എൻ്റെ പോയിന്റ് ഫോം ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ സി എന്നും കൺവേർട്ട് ആവും. ഗോസസ് ലൈൻ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്? നേരത്തെ പോലെ തന്നെ ക്ലോസ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0യും ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു 0 ആയിട്ട് കൺവേർട്ട് ആവും. ഈ രണ്ട് കണ്ടീഷൻസും കൂടെ നോക്കി വെച്ചിരുന്നാൽ ഇപ്പോഴത്തെ കണ്ടില്ലേ ഈ ഇക്വേഷൻസ് 8 ഇക്വേഷൻസ് ഇങ്ങനെ ഡിറൈവ് ചെയ്ത് വെച്ചത് കൊണ്ട് നമുക്ക് ഈ കണ്ടീഷൻസ് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഫ്രീ സ്പേസിലെയും അതുപോലെ തന്നെ ഗുഡ് കണ്ടക്ടറിലെയും കേസ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, എല്ലാവർക്കും മാക്സിഫിക്കേഷൻ്റെ ഡെറിവേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.